നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത്. നമ്മളുടെ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമനിധി പെൻഷനുമൊക്കെ ആയിട്ടുള്ള 1600 രൂപ മുതൽ 2000 രൂപ വരെയൊക്കെ വാങ്ങുന്നവർ ഈ ധനസഹായം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബയോമെട്രിക് മസ്റ്ററിങ് ഇതുവരെ ചെയ്യാത്തവരെല്ലാം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഈ ബയോമെട്രിക് മസ്റ്ററിങ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആധാർ സമർപ്പിച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ ചിലർ മസ്റ്ററിങ് ചെയ്യാൻ പോയിട്ട് നിരാശരായിട്ട് മടങ്ങി വരേണ്ട സാഹചര്യമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, നമ്മളുടെ ആധാർ കാർഡുകൾ, അതായത് വയോധികരുടെ ആധാർ കാർഡുകൾ ഒരുപാട് പഴക്കം ചെന്നവയായിരിക്കും. വർഷങ്ങൾക്ക് മുൻപ് ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെ നടത്തിയെടുത്തിട്ടുള്ള ആധാർ കാർഡുകളായിരിക്കും അത്. അങ്ങനെ വരുന്നവർക്കാണ് ചില സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ സാധിക്കാതെ വരുന്ന ഒരവസ്ഥ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വിരലുകൾ പതിച്ചിട്ട് അത് വിജയകരമാകാത്ത രീതി. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ, ഐറിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ പല ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമ്പോൾ പിന്നീട് അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു ഓപ്ഷൻ എന്നുള്ളത് നമ്മളുടെ ആധാർ ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് കാലതാമസം ഉൾപ്പെടെ ഉണ്ടാകും. അതിനുശേഷമേ പിന്നീട് മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പെൻഷൻ വാങ്ങുന്നവരെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക. മസ്റ്ററിങ് ചെയ്യുന്നതിന് 2 മാസം നമുക്ക് മുൻപിൽ സമയമുണ്ട്. എങ്കിൽ പോലും ഓഗസ്റ്റ് മാസം തന്നെയൊക്കെ ഇതൊന്നും പോയി ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കണ്ടെത്തുന്നതിനും അത് പരിഹരിക്കുന്നതിനുമൊക്കെ ഉള്ള ഒരു സമയം നമുക്കപ്പോൾ ലഭിക്കുകയും ചെയ്യും. 2026 സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാനുള്ള സമയവുമുണ്ട്. ഇനി മസ്റ്ററിങ് നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്യണം. കാരണം നമുക്ക് പെൻഷൻ്റെ കാര്യമാണ്, അത് തടസ്സപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണിത്. ഇനി ഇത് മാത്രമല്ല, പുതിയ ഗവൺമെൻറ് ഈ മസ്റ്ററിങ് ചെയ്യാത്ത ഗുണഭോക്താക്കൾ അവരുടെ എണ്ണം കൃത്യമായിട്ട് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഒരു ഫീൽഡ് തല പരിശോധനകൾ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഉണ്ടാകുമെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് മസ്റ്ററിങ് ചെയ്യാത്ത വ്യക്തി നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരിക്കും. പക്ഷേ എന്തുകൊണ്ട് ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള മസ്റ്ററിങ് ചെയ്യുന്നില്ല? അത് കൃത്യമായിട്ട് അന്വേഷണ വിധേയമാക്കും. നാട്ടിലില്ലാത്തത് മൂലമാണോ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ, അതൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് സർക്കാർ സ്ഥിരീകരിക്കുകയും ചെയ്യും. അനർഹമായിട്ടാണ് ആനുകൂല്യം വാങ്ങുന്നത് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ മറ്റു നടപടികളിലേക്കും സർക്കാർ കടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നതാണ് ഈ ബയോമെട്രിക് മസ്റ്ററിങ് എന്ന് പറയുന്ന പ്രക്രിയ. ഇനി ഇത് മാത്രമല്ല, കിടപ്പ് രോഗികളായിട്ടുള്ളവരുണ്ട്. അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ സർജറികൾക്ക് വിധേയരായിട്ട് അല്ലെങ്കിൽ വിവിധ രോഗാവസ്ഥകൾ മൂലം വീട്ടിൽ തന്നെ ആയിരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഹോം മസ്റ്ററിങ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ഘട്ടമുണ്ട്. അതായത് അക്ഷയ കേന്ദ്രത്തിൽ നിന്നും പ്രതിനിധി നമ്മളുടെ വീടുകളിലെത്തി മസ്റ്ററിങ് പൂർത്തിയാക്കിക്കൊള്ളും. അപ്പോൾ അങ്ങനെയുള്ള, അതായത് വീട്ടിലേക്ക് ഇവരെത്തണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരുടെ വിവരങ്ങൾ മേൽവിലാസം സഹിതം നമ്മളുടെ വാർഡ് മെമ്പറുടെ അല്ലെങ്കിൽ കൗൺസിലറുടെ പക്കലോ അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രത്തിലോ പറയേണ്ടതാണ്. ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കേണ്ടതുമാണ്. ആദ്യഘട്ടത്തിലുള്ള മസ്റ്ററിങ് പൂർത്തിയായ ശേഷം 2ാം ഘട്ടം ഹോം മസ്റ്ററിങ് നടത്തപ്പെടുന്ന സമയത്ത്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഹോം മസ്റ്ററിങ്ങിന് വേണ്ടി സർക്കാർ മാറ്റിവെക്കും, അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ നിന്നും അങ്ങനെ ഒരു ദിവസം മാറ്റിവെക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കൃത്യമായിട്ട് അക്ഷയ കേന്ദ്രത്തിൽ നിന്നും ജീവനക്കാരെ നമ്മളുടെ വീടുകളിലെത്തിയും മസ്റ്ററിങ് ചെയ്യും. ഹോം മസ്റ്ററിങ്ങിന് 50 രൂപയോളമാണ് ഫീസ് വരുന്നത്. എന്നാൽ നമ്മൾ നേരിട്ട് പോയി മസ്റ്ററിങ് ചെയ്യുമ്പോൾ 30 രൂപയോളമായിരിക്കും ഫീസ് ഉണ്ടാവുക. ഇനി ഈ മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് സർക്കാർ അനുവദിക്കുന്ന പെൻഷൻ തുക ഒരു തടസ്സവും കൂടാതെ നമ്മളുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ക്രെഡിറ്റ് ആയിക്കോളും. ഒരു തടസ്സവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക. ഇതുപോലെ ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.